തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ റെക്കോർഡാണ് അമിത്ഷായ്ക്കുള്ളത്. ഇത് നമ്മൾ പലവട്ടം പാർലമെന്റിൽ കണ്ടതാണ്. പൗരത്വ ഭേദഗതി ബില്ലായാലും ഈ കാശ്മീരിന്റെ 370 വകുപ്പ് എടുത്തു കളയുന്നതായാലും ഒക്കെ ആ മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി കൃത്യമായി തന്നെ നടപ്പാക്കുന്ന ഒരു മന്ത്രിയായിട്ടും ഒപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറുമായിട്ടുമൊക്കെയാണ് അമിത്ഷാ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ അമിത്ഷായുടെ ഒരു ട്വീറ്റാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറിയിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്ന ഒരു ബില്ല്, ആ ബില്ലിനെ കുറിച്ച് സമഗ്രമായി തന്നെ ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരൊക്കെ ഈ ജയിലിൽ കിടന്നുകൊണ്ട് സർക്കാരുകൾ നയിക്കണമോ എന്നുള്ളതാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ഇവയാണ്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരാൾക്കും ആ പദവിയിൽ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അറസ്റ്റ് ചെയ്ത് ജയിലിലാകുന്നവരൊക്കെ ആ പദവികളൊന്നും തന്നെ, അവരുടെ മന്ത്രിസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മറ്റു പദവികളോ ഒന്നും തന്നെ രാജിവെക്കുന്ന ഒരു പൊളിറ്റിക്കൽ പദവികളല്ല, മന്ത്രിസ്ഥാനങ്ങളും മറ്റുമൊക്കെ രാജിവെക്കുന്ന ഒരു രീതി ഈ അടുത്ത കാലത്തില്ല. അതിൽ രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം, ഭരണഘടന രൂപീകരിച്ചപ്പോൾ ഭരണഘടനയുടെ ശില്പികൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം അവർ ചിന്തിച്ചത് അറസ്റ്റിലും മറ്റും ആകുമ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുമെന്നാണ് കരുതിയത്. രാജിവെക്കാൻ വിസമ്മതിക്കുന്നു എന്ന് മാത്രവുമല്ല, പലരും ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ സർക്കാരുകളെ നിയന്ത്രിക്കാനും ഭരിക്കാനും ഒക്കെ ശ്രമിക്കുന്ന കാഴ്ചകൾ നാം കണ്ട് രാജ്യം തന്നെ ഞെട്ടിയിട്ടുണ്ട് എന്ന് പറയും. സമീപകാലങ്ങളിൽ നടന്ന ചില സംഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വ്യക്തമായി നമുക്ക് തന്നെ അറിയാം ആരെയാണത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതായത് മൂന്നാമത് ഈ ബില്ലിൽ പറയുന്ന കാര്യം, ഈ ബില്ലിൽ 30 ദിവസത്തിനുള്ളിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ജാമ്യം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ 31ാമത്തെ ദിനം അദ്ദേഹം വഹിക്കുന്ന പദവി, അത് പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിസ്ഥാനമായാലും ഒക്കെ ഓട്ടോമാറ്റിക്കലി ആ പദവി നഷ്ടമാകും. അദ്ദേഹത്തിന് പിന്നെ പ്രവർത്തിക്കാൻ നിയമപരമായി യാതൊരു സാധ്യതയും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഈ പോസ്റ്റ് കൃത്യമായി തന്നെ ഇട്ടിരിക്കുന്നതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അദ്ദേഹം അതിൽ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യം, ജനങ്ങൾ തീരുമാനിക്കണം, ഒരു പ്രധാനമന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ ഒരു മന്ത്രിമാരോ ജയിലിൽ കിടന്ന് നമ്മെ ഭരിക്കണോ അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നൊരു വലിയ ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ ബില്ല് അമിത്ഷായാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും ഇത് പാസ്സാക്കി തന്നെ എടുക്കും എന്ന് തന്നെ ഏവരും പ്രതീക്ഷിക്കുകയും ചെയ്തു. ഏതായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു നല്ല വാർത്ത അല്ലെങ്കിൽ നല്ലൊരു ബില്ല് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ സമീപകാലത്ത് കണ്ടതാണ്, പലരും മുഖ്യമന്ത്രി പദത്തിൽ നിന്നൊക്കെ അറസ്റ്റിലായി ജയിലിലാകുമ്പോഴും അവിടെ കിടന്നുകൊണ്ട് തന്നെ ഭരിക്കുകയും രാജിവെക്കാൻ വിസമ്മതിക്കുകയും ചെയ്തത് ഇത് ആദ്യത്തെ സംഭവമല്ല. പല മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില മന്ത്രിമാർ അത്തരത്തിൽ ഈ അടുത്ത കാലത്ത് പെരുമാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം, അതായത് അതിൽ എടുത്തു പറയുന്നു, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഇതിൽ നിന്ന് ആരും വ്യത്യസ്തരല്ല എന്നുകൂടി ഈ ബില്ല് പറയുന്നു. പൊതുജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. ഒപ്പം തന്നെ ബില്ല് ടേബിൾ ചെയ്തിട്ടുള്ള വിവരം കൂടി അമിത്ഷാ അറിയിക്കുമ്പോൾ ഏതായാലും ആ ബില്ല് വെറുതെ ഒരു രസത്തിനല്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.